Morning, everyone. Welcome to today's Skill Spin, a focused session designed to give us a big insight in a short span and today's topic, something that truly resonates with every leader, professional, and individual striving for growth. We have all given thoughts the power of saying yes to opportunities, to responsibilities, to people. But today we will discover the strength and clarity that lies in saying no confidently. Yes, today's topic is the impact of confident no. It's about drawing healthy boundaries, preserving your values, and asserting your identity, although a single assertive word. He is a Spacecraft graduate of 2018 and was recognized as a certified zone winner of JCI India Zone 20 in 2024. His sessions are known to be engaging, insightful, and filled with life lessons. Beyond JCI, he has held the passionate post of district president of Human Rights Protection Mission and is an active contributor Lions Club International and other social initiatives. His versatility extends from teach and sports to deep reflection to leadership and value, all while staying grounded as a devoted family man. It's our honor to have him here. Let us now listen and learn as unpack the truth behind the impact of confident no. Over to you, JFM Kunnat Manoj. Thank you, Chairman, for a wonderful introduction. Thank you very much. Good morning, JCs and non-JCs. നമ്മുടെ ഇന്നത്തെ സെഷൻ ദ ഇമ്പാക്ട് ഓഫ് എ കോൺഫിഡൻറ്റ് നോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ എവിടെയൊക്കെ നമുക്ക് നോ പറയണം, എവിടെയൊക്കെ നോ പറയാൻ സാധിക്കും, എങ്ങനെയൊക്കെ പറയണം, ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതും എന്നാൽ പ്രവർത്തിക്കാത്തതുമായ, അറിയും പലർക്കും നോ പറയണം എന്നൊക്കെ അറിയുമെങ്കിലും അത് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളുടെ ഇഷ്ടപ്പെട്ടവരുടെ മുമ്പിലും അല്ലെങ്കിൽ നമ്മളുടെ ഒഫീഷ്യലിന്റെ മുമ്പിലൊക്കെ നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നോ പറയുന്നില്ല. അപ്പൊ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നോ പറയണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു സെഷൻ ജെസി തൃപ്രയാറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജെസി തൃപ്രയാർ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. 2014 ഇന്റർനാഷണൽ പ്രസിഡന്റ് ഷൈൻ ഭാസ്കർ സാറിന്റെ ചാപ്റ്ററാണ്. ഇപ്പോൾ കഴിഞ്ഞ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രകേഷ് ശർമ്മയുടെ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ കുറച്ചധികം ട്രെയിനേഴ്സ് ഉണ്ട്. വളരെ റിമാർക്കബിൾ പെർഫോമൻസ് നടത്തുന്ന ഒരു ചാപ്റ്റർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സെഷനിലേക്ക് പോകാം. ദ ഇമ്പാക്ട് ഓഫ് എ കോൺഫിഡൻറ്റ് നോ. നമ്മൾക്ക് എന്താ പറയാ, വൈ വി ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു സേ നോ. എന്താണ് നമ്മൾക്ക് നോ പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്? എന്തുകൊണ്ട് നമ്മൾ നോ പറയുന്നില്ല? പല അവസരങ്ങളിലും നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ പല അവസരങ്ങളിലും നമുക്ക് നോ പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാലും എന്താണ് നോ പറയാത്തത്? എൻ്റെയൊക്കെ ലൈഫിൽ ഒരു 6-8 വർഷങ്ങൾക്ക് മുമ്പ് വരെ നോ പറയാൻ സാധിക്കാതെ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലായിടത്തും ഓക്കെ, യെസ്, പോകാം, തരാം. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഒരാൾ പൈസ ചോദിച്ചാൽ തന്നെ നമ്മുടെ കയ്യിലില്ല, 2000 രൂപ നാളെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരാന്ന് പറയും. പക്ഷെ എൻ്റെ കയ്യിലുണ്ടാവില്ല, ആ സമയത്ത് കൊടുക്കാനും സാധിക്കില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിലില്ല, നോ, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അതിനുവേണ്ടി നാളെ അടുത്ത ദിവസം ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടോടുന്നു. 2000 അല്ലെങ്കിൽ 20,000 2 ലക്ഷം ആയിക്കോട്ടെ, എത്ര എമൗണ്ട് ആയാലും നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് എങ്ങനെയാണിത് ഹാർഡ് ടു സേ നോ, എന്തുകൊണ്ടാണിത് ഇത്ര ബുദ്ധിമുട്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഫിയർ ഓഫ് ഹർട്ടിങ് അതേഴ്സ്. നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അത് അവരെ വിഷമിപ്പിക്കുമോ എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ധാരണ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവരോട് നോ പറയില്ല. നമുക്ക് അവരോട് നോ പറയുമ്പോൾ അവരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അത് അവർക്ക് വിഷമാവില്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, നമ്മളുടെ അയൽപക്കത്തുള്ള ഒരാൾ പൈസ ചോദിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ, നമ്മൾ കാർ ഓടിച്ചു പോകുന്നു, ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗൾഫിലുള്ളവരാണെങ്കിൽ അങ്ങനെ പല രീതിയിൽ വരുമാനം ഉണ്ടാക്കുമ്പോഴും ഒരു 500 അല്ലെങ്കിൽ 1000 രൂപ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക? ചിലപ്പോൾ നമുക്കറിയാം അവർ പൈസ ചിലപ്പോൾ തിരിച്ചു തരില്ല എന്ന്, തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചു തരുന്ന സ്വഭാവമുള്ള ആളാവില്ല. പക്ഷെ നമ്മൾക്ക് അവിടെ നോ പറയാൻ സാധിക്കില്ല. അവിടെ നമ്മൾ പൈസ തരാന്ന് പറയുന്നു. അപ്പൊ അവിടെ
നമ്മൾ ശരിക്കും പറഞ്ഞാൽ തോൽക്കുകയാണ് ചെയ്യുന്നത്. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുന്നില്ല. പിന്നെ വാണ്ട് ടു ബി ലൈക്ഡ് ബൈ എവ്രി വൺ. നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവരൊക്കെ കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾക്ക് ഉണ്ടാവും. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മളൊരു നോ പറഞ്ഞാൽ, നമ്മളൊരു സിനിമയ്ക്ക് വിളിച്ചു, നാളെ നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് പറയുമ്പോൾ അത് റിജക്ട് ചെയ്യുമ്പോൾ, അത് റെഫ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇഷ്ടക്കേട് ഉണ്ടാവും, ഇല്ലേ? അങ്ങനെ ഒരു ഇഷ്ടക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ നോ പറയാതിരിക്കാം. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് പല അവസരങ്ങളിലും നോ പറയാതിരിക്കാം. ഇത് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചാൽ കാണുന്നതാണ്. നമ്മൾ പലപ്പോഴും നോ പറയാതെ പല കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാൻ, അവരുടെ ഇഷ്ടം നിലനിർത്താൻ വേണ്ടി നോ പറയാത്ത അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീലിംഗ് ഗിൽറ്റി വെൻ സേയിങ് നോ. നമ്മളോട് തന്നെ ഒരു കുറ്റബോധം, അവര് വിളിച്ചിട്ട് പോയില്ലെങ്കിൽ, അവരൊരു കല്യാണം, അവരുടെ മകളെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ഞായറാഴ്ചയാണ്, അപ്പൊ നമ്മളെല്ലാവരും ലീവ് ആയിട്ടുള്ള ഒരു ദിവസം നമ്മൾ പോയേ പറ്റുള്ളൂ. പക്ഷെ ആ ഞായറാഴ്ച നമ്മൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ആ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല കല്യാണത്തിന് പോയാൽ. പക്ഷെ അവരോട് നോ എന്ന് പറയാൻ സാധിക്കില്ല. അവരുടെ മകളുടെ കല്യാണമാണ്, അത് ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കല്യാണത്തിന് നമ്മൾ എൻ്റെ ഇഷ്ടങ്ങളോ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, എൻ്റെ അസൗകര്യം ഒന്നും പരിഗണിക്കാതെ തന്നെ ആ കല്യാണത്തിന് വേണ്ടി പോകുന്നു. നമ്മൾ നോ എന്ന് പറയുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ നമ്മൾക്കൊരു കുറ്റബോധം തോന്നും. അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ കല്യാണത്തിന് പോകുന്നു. നമ്മളുടെ വിലപ്പെട്ട സമയം അവിടെ നഷ്ടപ്പെടുന്നു. നമ്മൾ നാളെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് നടത്താൻ നമുക്ക് സാധിക്കില്ല. നമ്മളുടെ വിലയേറിയ സമയം ഈ ഒരു കല്യാണത്തിന് വേണ്ടി മാറ്റിവെക്കും. കല്യാണത്തിന് പോകണ്ട എന്നല്ല, നമ്മളൊന്ന് കമ്പയർ ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടന്റ്, ഏതിനാണ് നമ്മൾ പോകേണ്ടത്, ഏതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സ്കേർഡ് ഓഫ് ലോസിങ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കണക്ഷൻസ്. ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. അവിടെ ജാപ്പാനീസിന്റെ കൂടെയാണ്. അപ്പോ വെള്ളിയാഴ്ച ഞങ്ങൾക്കൊക്കെ ഹോളിഡേ ആണ്. അപ്പോൾ ഹോളിഡേ ആകുമ്പോൾ സാധാരണ നമ്മൾ വ്യാഴാഴ്ച രാത്രി നേരം വൈകിട്ട് കിടക്കും, വെള്ളിയാഴ്ച ഒരു 10-11 മണി വരെ കിടന്നുറങ്ങും. അപ്പോൾ അവിടുത്തെ ലൈഫ് അങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്യാറ്. അതിനുശേഷം പിന്നെ പകല് കറങ്ങാനൊക്കെ പോകും, കൂട്ടുകാരെ വിസിറ്റ് ചെയ്യും, റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകും. പക്ഷെ ബോസ് വന്നിട്ട് പറയാണ് വൈകുന്നേരം, ലാസ്റ്റ് മൊമെന്റിൽ ഒരു വൈകുന്നേരം 6 മണി 7 മണിക്കാണ് പറയുന്നത്, മനോജ് യു ഷുഡ് കം ടുമോറോ, ഒരു അർജന്റ് ജോബ് ഉണ്ട്, അതൊന്ന് ലീഡ് ചെയ്യണം. ചിലപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് ലീഡ് ചെയ്യണം, ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ നോ പറയാറില്ലായിരുന്നു. കാരണം അവിടെ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, എനിക്ക് ഇനി അവിടെ ഇനിയും കുറച്ചും കൂടെ നല്ല പൊസിഷനിൽ എത്താനുള്ള സാധ്യതകൾ ഇല്ലാതാവുന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവുന്നു. കാരണം ജാപ്പാനീസ് കമ്പനിയിൽ ഞാൻ അത്യാവശ്യം നല്ല സാലറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇവിടുത്തെ അന്ന് പറയുമ്പോൾ ഒരു 1 ലക്ഷം 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു. ഇന്നിപ്പോ 5 ലക്ഷം 6 ലക്ഷമൊക്കെയാണ് മിനിമം സാലറി നല്ലൊരു പ്രൊഫഷണൽസിന്. പക്ഷെ അന്ന് ആ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഉച്ചവരെ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ വർക്ക് ചെയ്യാൻ പോകുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് കണക്ഷൻസ്, നമുക്ക് അവിടെയുള്ള കണക്ഷൻസ് ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മൾ ആ ഡ്യൂട്ടി ബോസ് പറഞ്ഞാൽ തന്നെ പോകുമായിരുന്നു. അപ്പൊ അവിടെ നോ പറയാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് വളരെ സ്നേഹപൂർവ്വം, സാർ നാളെ എനിക്ക് ഇങ്ങനെ ഒരു ജോബ് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയില്ല. കാരണം വി ആർ സ്കേർഡ് ഓഫ് ലൂസിങ് അവർ ഓപ്പർച്യൂണിറ്റീസ്. Consequences of constant yes. Agreeing to request just to please others. നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും യെസ് പറയുമ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരു കാര്യത്തിനും നോ പറയുന്നില്ല, എല്ലാത്തിനും. ഇപ്പോ ചെയർമാൻ പറയുന്നത് നാളെ ഒരു ട്രെയിനിങ് ഉണ്ട്, നാളെ 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് ഒരു ട്രെയിനിങ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഓക്കെ, ഞാൻ എടുക്കാം, യെസ് എന്ന് പറയും. പക്ഷെ എനിക്ക് 4 മണിക്ക് വേറെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ ചെയർമാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ട്രെയിനിങ്ങിന് ഞാൻ വീണ്ടും അഗ്രി ചെയ്യാണ്. ശരി, ഈ ടോപ്പിക് തന്നെയാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് എളുപ്പമാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കും. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ മിസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അത് ചെയർമാനെ സന്തോഷിപ്പിക്കാൻ തന്നെ ആയിരിക്കും ഞാൻ ഇത് ഏറ്റെടുക്കുന്നത്. കാരണം ചെയർമാനും ഞാൻ തമ്മിലൊരു റിലേഷൻ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നോ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഏറ്റെടുക്കും, പല കാര്യത്തിലും നോ പറയേണ്ടടുത്ത് നോ പറയില്ല, എല്ലാം യെസ് പറയും. അതുപോലെ നോ പേഴ്സണൽ ടൈം.
നോ പേഴ്സണൽ ടൈം. നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടില്ല. എല്ലായിടത്തും യെസ് പറയുന്നു. ഇപ്പൊ നാളെ ഒരു ഉദ്ഘാടനം ഉണ്ട്, അവിടെ വരണം, നമുക്ക് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ യെസ് പറയും, വരാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ ഒരു ടൂർ ഉണ്ട്, അതിന് യെസ് പറയും. എല്ലായിടത്തും യെസ് പറഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മൾക്ക് പേഴ്സണലായിട്ട് നമ്മളുടെ ഫാമിലി ടൈം, നമ്മളുടെ പ്രൊഫഷണൽ ടൈം, നമ്മളുടെ വർക്കിംഗ് ടൈം, ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോ ഈ നോ പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞ ഇതാണ്, നമ്മൾക്ക് വ്യക്തിപരമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതൊക്കെ ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നോ പറയാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം എല്ലാത്തിനും യെസ് പറയുമ്പോൾ ഒരു അതിന്റെ കോൺസിക്വൻസ് അതാണ്. ഒന്ന്, യു എൻഡ് അപ്പ് ഡൂയിങ് തിങ്സ് ദാറ്റ് യു ഡോണ്ട് എൻജോയ്. നിങ്ങള് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്നെ സിനിമയ്ക്ക് വിളിക്കുകയാണ്. സിനിമ ഞാൻ കണ്ടതായിരിക്കും, പക്ഷെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് വിളിക്കുന്നത്, നാളെ നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട സിനിമയാണ്, ഇനി കാണാൻ താല്പര്യമില്ല. പറ്റില്ല, കമ്പനിക്ക് വരണം, നിങ്ങൾ എന്തായാലും വന്നേ പറ്റുള്ളൂ. 2.5 മണിക്കൂർ നമ്മൾ കണ്ട സിനിമ ഒരു താല്പര്യമില്ലാതെ അങ്ങനെ കണ്ടിരിക്കേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? യു എൻഡ് അപ്പ് ഡൂയിങ് തിങ്സ് ദാറ്റ് യു ഡോണ്ട് എൻജോയ്. ഒരു എൻജോയ്മെന്റും അതിലില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിങ്ങിനോട് താല്പര്യമില്ലാത്ത ആളായിരിക്കാം, അവരുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഒരാവശ്യമില്ലാണ്ട് അവർ ബോട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ 5 പേര് ഇതാ റെഡിയായി നിൽക്കുന്നു. മനോജ് വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മാറ്ററാണ് ബോട്ടിങ്ങിന് പോകുക എന്നുള്ളത്. എനിക്ക് അതിനേക്കാൾ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ള ഹോഴ്സ് റൈഡിങ്, ബൈക്ക് റൈഡിങ്, ഡ്രൈവിംഗ്, ട്രാവലിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഈ ബോട്ട് യാത്ര എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ പോകുന്നു. അപ്പൊ എന്തുണ്ടാവുന്നത്? യു എൻഡ് അപ്പ് ഡൂയിങ് തിങ്സ് ദാറ്റ് യു ഡോണ്ട് എൻജോയ്. നിങ്ങൾക്ക് അതിലൊരു എൻജോയ്മെന്റ് കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അവിടെ യെസ് പറയുന്നതിന്റെ ഒരു പരിണിത ഫലമാണ് അത്. റെഡ്യൂസ്ഡ് ഫോക്കസ് ആൻഡ് പെർഫോമൻസ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുന്നു, നമ്മളുടെ പെർഫോമൻസ് നഷ്ടപ്പെടുന്നു. ഒരു കമ്പനി, ഒരു IT കമ്പനിയിലാണെങ്കിൽ നമുക്ക് 8 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ 2-3 മണിക്കൂർ പുറത്താവുമ്പോൾ നമ്മൾക്ക് അവിടെ ഫോക്കസ് നഷ്ടപ്പെടുന്നു, ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനും പറ്റില്ല, നമുക്ക് നന്നായി പെർഫോം ചെയ്യാനും പറ്റില്ല. അത് നമ്മളുടെ നമ്മുടെ നിത്യജീവിതത്തെ മാത്രമല്ല പ്രൊഫഷണൽ ലൈഫിനെ കാര്യമായിട്ട് ബാധിക്കും. അത് ഫോക്കസ് ഇങ്ങനെ നമ്മളുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മളുടെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ യെസ് പറയേണ്ടടുത്ത് യെസ് പറയാം, നോ പറയേണ്ടടുത്ത് നോ പറയാം. അതുപോലെ തന്നെ സ്ട്രെസ് ഓവർലോഡ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് സ്ട്രെസ്, എല്ലാ രീതിയിലുള്ള സ്ട്രെസ്സും ഉണ്ടാവും. അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയും എല്ലാ രീതിയിലും, നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെ എല്ലാത്തിനെയും ബാധിക്കുന്ന രീതിയിൽ സ്ട്രെസ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എപ്പോഴും സ്ട്രെസ്സിന് അഡിക്റ്റഡ് ആണ്. എപ്പോഴും സ്ട്രെസ് അവരുടെ കൂടപ്പിറപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കോരിയിട്ടുകൊണ്ട് തന്നെ പല രീതിയിലുള്ള സ്ട്രെസ് അവർക്ക് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ നോ പറയണം. നമുക്ക് പോകാൻ പറ്റുന്നിടത്ത് പോകുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളിൽ എപ്പോഴും യെസ് പറഞ്ഞ് നമ്മൾ വെറുതെ ടെൻഷൻ ആവരുത്. കോമൺ മിത്ത് അബൌട്ട് സേയിങ് നോ. എന്തൊക്കെയാണ് കോമൺ മിത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമ്മൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ചില ചിന്തകൾ, അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നത് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ രാവിലെ ഇടത്തേക്ക് എഴുന്നേൽക്കാൻ പാടില്ല, ഇടതുഭാഗത്തേക്ക് എഴുന്നേൽക്കാൻ പാടില്ല. അപ്പൊ അമ്മ എന്നെ ചീത്ത പറയും. അതൊരു മിത്താണ്. നമുക്കറിയാം, ഏതെങ്കിലും വണ്ടി ഓടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു പൂച്ച കുറുകെ ചാടിയാൽ അത് നല്ലൊരു ലക്ഷണമല്ല എന്ന് പറയുന്നു. അതൊക്കെ മിത്താണ്. അത് സയന്റിഫിക്കലി ഇറ്റ് ഈസ് നോട്ട് പ്രൂവൻ. പക്ഷെ അത് നമ്മളിങ്ങനെ പിന്തുടരുന്നു എന്ന് മാത്രമുള്ളൂ. അങ്ങനെ കുറച്ച് മിത്തുകളുണ്ട്. ഒന്ന്, ദേ വിൽ തിങ്ക് ഐ ആം റൂഡ്. അതായത് അവരോട് നോ പറഞ്ഞാൽ നമ്മളൊരു ഒരു പരുക്കനായിട്ടുള്ള ഒരു ആളാണെന്ന് വിചാരിക്കല്ലേ. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒരു ഫംഗ്ഷൻ നടക്കുന്നു, എന്തെങ്കിലും ഇപ്പൊ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിന് പെരുന്നാളിന് എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നു. നമുക്ക് ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ ഉണ്ട്, അവര് വളരെ ദൂരെ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഫംഗ്ഷന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊട്ട് മനസ്സിലാവില്ല, അപ്പൊ നമ്മൾ പറയില്ല. അപ്പോ നമ്മൾ ചെല്ലാതായാലും അവർ പറയും ഹീസ് റൂഡ്. അങ്ങനെ അതൊരു മിത്താണ്. നമ്മൾ അങ്ങനെ ഒന്നും നോക്കണ്ട. അവര് വിളിക്കുന്നു, നമുക്ക് പോകാൻ അസൗകര്യമാണെങ്കിൽ നമ്മൾ ആ കാര്യം പറഞ്ഞാൽ മതി. അല്ലാതെ
അവര് റൂഡാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ നമ്മളുടെ അവസ്ഥ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് മീൻസ് ഐ ഡോണ്ട് കെയർ. ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്താല് നമ്മൾ ചെല്ലാതിരുന്നാല് നമ്മളത് കെയർ ചെയ്യുന്നില്ല, അവരെ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നു, നമുക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവും. നമ്മൾ പാവപ്പെട്ടവനോ പണക്കാരനോ ഒന്നില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഈക്വാലിറ്റി എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ആ പാവപ്പെട്ട ആളുടെ വീട്ടിലെ ഒരു ഫംഗ്ഷന് നമുക്ക് പോകാൻ സാധിച്ചില്ല. അപ്പൊ അവരുടെ ആളുകളോ അല്ലെങ്കിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ആള് പറയും, ഓ ഇത് അവൻ കെയർ ചെയ്യാണ്ടാണ്, നമ്മളൊക്കെ വളരെ പാവപ്പെട്ടവരല്ലേ അതുകൊണ്ടാണ് വരാത്തതെന്ന്. അത് നാലാൾക്കാരോട് ഒരു പക്ഷെ പറയും. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ എന്റെ ചില കൂട്ടുകാർ തന്നെ ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ. എനിക്കറിയാം, അവരൊക്കെ തിരുത്താൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. നമ്മൾ പോയില്ലെങ്കിൽ അവർ പറയാ ഹി ഡസൻ കെയർ, അതുകൊണ്ടാണ് വരാത്തത്, അവർ വലിയ വലിയ ആൾക്കാരായിട്ടുള്ള കമ്പനി, അതുകൊണ്ടാണ് നമ്മളുടെ വീട്ടിലൊക്കെ വരാത്തതെന്ന്. ഇതൊക്കെ നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഐ വിൽ ലൂസ് ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെടും, നമ്മൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുന്ന അവസരങ്ങളാണോ നമുക്ക് എപ്പോഴും ഉള്ളതല്ല. അത് നമ്മളുടെ ഒരു തോന്നൽ, ഒരു മിത്ത് മാത്രമാണ്. നമ്മളുടെ അവസരങ്ങൾ നമ്മളെ കാത്തുകിടക്കും, അല്ലെങ്കിൽ നമ്മളത് ആ അവസരങ്ങൾ കണ്ടെത്താൻ വേണ്ടി വീണ്ടും ശ്രമിക്കും. നമ്മൾ നോ പറഞ്ഞതുകൊണ്ട് വളരെ സന്തോഷത്തിൽ സ്നേഹത്തിൽ വളരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നോ പറഞ്ഞാൽ നമ്മളുടെ അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല. അതും ഒരു മിത്താണെന്ന് തന്നെ പറയേണ്ടി വരും. ഐ വിൽ ഡിസപ്പോയിന്റ് പീപ്പിൾ ഇഫ് ഐ സേ നോ. അതായത് എനിക്ക് നാളെ വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ നിരാശപ്പെടുത്തുന്നതാണോ എന്ന് നമുക്ക് തോന്നും. അവര് അങ്ങനെ പറയാൻ പറ്റുമോ? അവര് നിരാശരാകില്ലേ? അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു, അപ്പൊ അവിടെ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് നിരാശരാകുന്നു. അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നു, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നു, ആ ഫംഗ്ഷന് നമ്മളെ വിളിക്കുന്നു, തലേദിവസം പറയുന്നു നാളെ മനോജ് വരണം, അല്ലെങ്കിൽ സവിത് സാറ് നാളെ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, നമ്മൾക്ക് പല കാര്യങ്ങളുണ്ടാവും ആ ദിവസം, അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ നമ്മൾ നോ പറയുന്നില്ല, നമ്മൾ പകരം അത് നോ പറയാതെ തന്നെ നമ്മൾ പോകുന്നു. അത് എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മൾ ഡിസപ്പോയിന്റഡ് ആണെന്ന് തോന്നാൻ പാടില്ല, അവർ നിരാശപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. ദേ നീഡ് മീ സ്പെസിഫിക്കലി, നോബഡി എൽസ് ക്യാൻ ഡു ഇറ്റ്. നമ്മളുടെ ഒരു തോന്നലാണത്. അവർക്ക് നമ്മളെ തന്നെ വേണം, അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കുറച്ച് പേര് കുറെ സിറ്റുവേഷൻസിൽ അങ്ങനെ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നമ്മൾ വിളിച്ചാൽ അത് വേറെ ആരും കിട്ടാണ്ടൊന്നുമല്ല, അത് നമ്മളെ തന്നെ വേണം, അതുകൊണ്ട് നമ്മൾ പോയേ പറ്റുള്ളൂ. അവർക്ക് വേറെ ആരും, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ടൂർ ഫിക്സ് ചെയ്തു, 14 പേരുടെ ഒരു ട്രാവലർ ഏൽപ്പിച്ചു. ലാസ്റ്റ് മൊമെന്റിൽ അത് 12 പേരായി. അപ്പോഴാണ് നമ്മൾ വിളിക്കുക, മനോജ് ചേട്ടാ നമുക്ക് ആ ടൂർ പോകണം. അതുവരെ നമ്മളോട് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ചോദിക്കും, നാളെ അല്ലേ ടൂർ പോകുന്നത്, നിങ്ങൾ ഇതുവരെ എന്താ പറയാഞ്ഞത്? അത് ഞാൻ വിട്ടുപോയി, മറ്റാൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ്, സോറി ട്ടാ, നമുക്ക് എന്തായാലും പോകണം. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. കാരണം ആ 2 സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 പേരെ കിട്ടണം. അല്ലാതെ ഈ പറയുന്ന പോലെ ദേ നീഡ് മീ സ്പെസിഫിക്കലി നമ്മൾ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടല്ല. നമ്മളെ കമ്പനി അല്ലെങ്കിൽ നമ്മളുടെ യാത്രയിൽ കമ്പനി ആവാൻ വേണ്ടിയിട്ടൊന്നല്ല നമ്മൾ വിളിച്ചത്. അവിടെ വിളിച്ചത് അവർക്ക് ആ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾക്ക് തോന്നുന്നതാ നമ്മളില്ലെങ്കിൽ അവർ പോവില്ല എന്ന്. അപ്പൊ അത്തരം ധാരണകളൊക്കെയാണ് മിത്ത് എന്ന് പറയുന്നത്. സെയിങ് നോ ഷോസ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. എപ്പോഴും നോ എന്നുള്ള ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് നമ്മളുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇല്ല കേട്ടോ, ഇപ്പൊ ഞാൻ നോ പറയേണ്ടടുത്ത് നോ പറയാറുണ്ട്. പക്ഷെ അത് JCIയിലൊക്കെ വന്ന് കുറെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം. അതിനു മുമ്പൊക്കെ എവിടെ ഇപ്പോ നാളെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട്, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോഴാണ് ഒരാൾ പറയുന്നത് നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോകണം, വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ അതിന് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് എവിടെയൊക്കെ നോ പറയണം അവിടേക്ക് നോ പറഞ്ഞേ പറ്റുള്ളൂ. എവിടെ യെസ് പറയുന്നു അവിടെ മാത്രമേ യെസ് പറഞ്ഞാൽ മതി. അല്ലാതെ ഇതൊന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം, എവിടെയാണ് നോ പറയേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് യെസ് പറയേണ്ടത്. നമ്മളെല്ലാത്തിനും യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സമയം പോകും, നമ്മളുടെ ഈ പറയുന്ന ഫോക്കസ് അല്ലെങ്കിൽ ഇതുപോലെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോ ട്രൂത്ത് ഇതാണ്, സേയിങ് നോ ഷോസ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട്. സേയിങ് നോ ഇസ് എ സ്ട്രെങ്ത്,
ശരിയാണ്. നമ്മളുടെ ഒരു സ്ട്രെങ്ത് തന്നെയാണ് സേയിങ് നോ. നമ്മൾ വളരെ വീക്ക് ആയവർക്ക് ശരിക്കും നോ പറയാൻ എളുപ്പമല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് തന്നെ പറ്റുള്ളൂ. വീക്ക് ആയിട്ടുള്ളവർ എപ്പോഴും ഓക്കെ ശരി, ഓക്കെ എല്ലാത്തിനും ഓക്കെ പറയും. പക്ഷെ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ നോ, എനിക്ക് നാളെ വരാൻ പറ്റില്ല, ഞാൻ ആ സിനിമയ്ക്ക് ഇല്ല, ഈ ടൂറിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ഈ കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും കൊണ്ടും പറ്റുന്നത് സാധ്യമല്ല. അപ്പൊ അവിടെ നമ്മൾ ഇപ്പോഴേ സ്ട്രോങ് ആവാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങണം എന്നുള്ളതാണ് ഈ ടോപ്പിക്കിന്റെ ഒന്നാമത്തെ ഒരു പോയിന്റ്. സേവ്സ് ടൈം ആൻഡ് എനർജി. നമ്മൾ നോ പറയുമ്പോൾ, നോ ആവശ്യമുള്ളിടത്ത് നോ പറയുമ്പോൾ അത് നമ്മുടെ സമയവും എനർജി ഒക്കെ സേവ് ചെയ്യുന്നു. നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറെ എന്താ പറയാ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ നമ്മളുടെ സമയം പോകുന്നു. നമ്മൾ മറ്റ് എവിടെയെങ്കിലും ചെലവഴിക്കേണ്ട എനർജി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം, സേവ്സ് ടൈം ആൻഡ് എനർജി. രണ്ട്, ക്യാൻ സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ്. നമ്മൾ നമ്മളായിട്ട് തന്നെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ നോ പറയേണ്ടടുത്ത് നോ പറയണം. നമ്മൾക്കൊരു ഒരു വ്യക്തിത്വം ഉണ്ട്, ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ഉണ്ട്. അത് നിലനിർത്തണമെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂ ടു യുവർ സെൽഫ്, നമ്മളൊക്കെ തന്നെ അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ നോ പറയേണ്ടടുത്ത് നോ പറയണം. പീപ്പിൾ റെസ്പെക്ട് യു മോർ. വളരെ നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. പല പരിപാടികളിൽ ചില നേതാക്കന്മാർ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ചിലർ പറഞ്ഞ ടൈമിൽ, കറക്റ്റ് ടൈമിൽ അവിടെ എത്തും. അവരെ ടൈമിൽ എത്തുന്നതുകൊണ്ട് തന്നെ അവരോടൊരു റെസ്പെക്ട് ഉണ്ടാവും. ഞങ്ങളുടെ ഏരിയയിലൊക്കെ കുറെ നേതാക്കന്മാരുണ്ട്, 8 മണിക്ക് ഒരു ഉദ്ഘാടനം പറഞ്ഞാൽ 12:30 അവർ എത്തുള്ളൂ. ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞ് അതുവരെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ കാത്തു നിൽക്കും. പിന്നെ വേറൊരു സാഹചര്യത്തിൽ അവർ ചിലപ്പോ 8 മണി എന്നുള്ളത് ചിലപ്പോൾ 9 മണിക്ക് വരും. പക്ഷെ അപ്പോഴും ഇതിനു മുമ്പ് വന്നവരൊക്കെ 12 മണിക്കേ വരുള്ളൂ. അപ്പൊ ആൾക്കാർ ഇല്ലാതെ വരും. അപ്പൊ ഇവർ ചോദിക്കും, 8 മണി 9 മണിയല്ലേ ആയിട്ടുള്ള, ആരും കാണുന്നില്ലല്ലോ. അപ്പൊ മറ്റുള്ളവർ മനസ്സിൽ പറയുന്നുണ്ടാവും, നിങ്ങൾ ഇപ്പൊ ഇന്ന് മാത്രമല്ല 1 മണിക്കൂർ അല്ലെങ്കിൽ ഈ സമയത്ത് വന്നത്, ഇതിനു മുമ്പൊക്കെ 3-4 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഞങ്ങൾ കാത്തിരുന്നില്ല. അപ്പൊ അവിടെ ഒരു റെസ്പെക്ട് ഇല്ലാതിരിക്കും. പക്ഷെ ചില നല്ല നേതാക്കന്മാരുണ്ട്, നമുക്ക് വളരെ സാമ്പിൾ ഐഡിയൽ ആയിട്ട് കാണിക്കാൻ പറ്റിയ ചില നേതാക്കന്മാരുണ്ട്. ടൈമിൽ എത്തും, ആ ടൈമിൽ അവരവിടെ ഉണ്ടായിരിക്കും. ഞാൻ ജപ്പാനീസിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ജപ്പാനീസ് ചിലപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അതായത് വെള്ളിയാഴ്ച ഹോളിഡേ ആണല്ലോ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹോട്ടലിൽ പാർട്ടിയൊക്കെ വെക്കും. അതിൽ എല്ലാ ഫെലോഷിപ്പും എല്ലാം ഉണ്ടാവും, ഫുഡൊക്കെ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ആ പാർട്ടി ഏകദേശം മിഡ് നൈറ്റ് 12 കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 2 മണി ചിലപ്പോൾ 2:30 വരെയൊക്കെ നിൽക്കും ഈ പാർട്ടി. അത് കഴിഞ്ഞ് 2:30ക്കാണ് പിരിഞ്ഞു പോവുക. അത് ചിലപ്പോൾ വെള്ളിയാഴ്ച വെക്കുകയാണെങ്കിൽ ശനിയാഴ്ച നമുക്ക് വർക്കിംഗ് ഡേ ആയിരിക്കും. അപ്പോ ശനിയാഴ്ച ഏർലി മോർണിംഗ് 2:30 സമയത്ത് എല്ലാവരും റൂമിൽ പോയിട്ട് അടുത്ത ദിവസം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 8 മണിക്കാണ്. അവർ 8 മണിക്ക് എല്ലാ ജപ്പാനീസും അവിടെ ഉണ്ടാവും. ഇന്ത്യക്കാർ മാത്രം ഉണ്ടാവില്ല. അവർ 8:30, 9, 9:30 ആവും. പക്ഷെ ജാപ്പാനീസ് അവരുടെ സീറ്റിൽ കറക്റ്റ് 8 മണിക്ക് ഉണ്ടാവും. ജാപ്പാനീസിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമുക്ക് ഇപ്പോഴും വളരെ റെസ്പെക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ജാപ്പാനീസ് വരുന്നതും പോണതും നോക്കിയൊക്കെ വാച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതായത് 10 മണിക്ക് ഒരു ജാപ്പാനീസ് ജോലിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വാച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇന്ന് 10 മണി, ഇതാ ഇപ്പൊ 10 മണിയായി. അവൻ വരുന്നത് 5 മണിക്കാണ്. അപ്പൊ 5 മണി അത് വെച്ചിട്ട് വാച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമോ എന്നുള്ളൊരു അത് ഒരു മിത്താണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ, അവരെ നമ്മൾ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യും. ആ റെസ്പെക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. ഈ പറയുന്ന പോലെ നോ പറയേണ്ടടുത്ത് നോ പറയണം. സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഒരു ബൗണ്ടറി, ഇപ്പൊ ഇതിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോ അവര് ഡെപ്പോസിറ്റിനും അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും അക്കൗണ്ട്സിനൊക്കെ ഈ കസ്റ്റമേഴ്സിനെ വിളിക്കും. ഞാനൊക്കെ ആ വിളി കുറെ കേട്ടിട്ടുള്ള ആളാണ്. അപ്പൊ വിളിക്കും, അപ്പോ സാർ എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, ഒരു 5 lakhs ഡെപ്പോസിറ്റ് തരണം, അടുത്ത 31-ാം തീയതി ക്ലോസ് ചെയ്യണം, അപ്പൊ താങ്കൾ തരണം എന്നൊക്കെ പറയും. അപ്പൊ ചിലര് പറയാ, അവർക്ക് നാളെ ഒരു 5 മണിക്ക് വിളിക്കാൻ പറയും. വൈകിട്ട് 5 മണിക്ക് വിളിക്കുമ്പോ പിന്നെ ഇവര് പറയും, ഞാൻ 8 മണിയാവും വീട്ടിലെത്തുമ്പോ, രാത്രി 8 മണിയാവും, അപ്പൊ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയും. അപ്പോ സ്റ്റാഫ് പറയും, അയ്യോ ഇന്നിപ്പോ എനിക്ക് ഇനി വരാൻ പറ്റില്ല, നാളെ ഞാൻ വിളിക്കാന്ന് പറയും. അവിടെ ഒരു ബൗണ്ടറി ആ സ്റ്റാഫ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 മണി അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞാൽ ഈ വേറെ ക്ലയന്റിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പോകണ്ട എന്നുള്ള ബൗണ്ടറി അത് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആണത്. അപ്പൊ അത്തരം ബൗണ്ടറികൾ നമ്മൾ സെറ്റ് ചെയ്യണം. ആ ബൗണ്ടറി എങ്ങനെ, നോ പറയേണ്ടടുത്ത് നോ പറയണം. രാത്രി 12 മണി 1 മണി കഴിഞ്ഞാലൊക്കെ ചില കുട്ടികൾക്ക്, അല്ല ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെസ്സേജുകളൊക്കെ വരും. ആ മെസ്സേജുകൾ ഇഗ്നോർ ചെയ്യണം.
ഈ പറയുന്ന നോ ആണ്, വേണ്ട, നോ, ഇപ്പൊ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം മെസ്സേജുകൾ വേണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയുമ്പോൾ മാത്രമേ ഇതൊക്കെ സാധ്യമാവുള്ളൂ. സിമ്പിൾ വേസ് ടു സേ നോ. നമുക്ക് നോ പറയാൻ ഈ പറയുന്ന പോലെ പറയാനൊക്കെ എളുപ്പം. നമുക്ക് ഇവിടുന്ന് പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനൊക്കെ എളുപ്പം. ഇത് കഴിഞ്ഞാൽ നോ പറയാൻ പിന്നെയും ബുദ്ധിമുട്ടും നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ 95% നോ പറയാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു 5% മാത്രമാണ് പഠിക്കാത്ത. ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഷൈൻ ചേട്ടനൊക്കെ വിളിച്ചിട്ട് നാളെ ഒരു പ്രോഗ്രാമിന് മനോജ് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായാലും ഞാൻ അറ്റൻഡ് ചെയ്യും. കാരണം 2014 ഇന്റർനാഷണൽ പ്രസിഡന്റ്, മലയാളിയുടെ അഭിമാനമായ ഷൈൻ ചേട്ടൻ പറയുമ്പോൾ നമുക്ക് ഒന്നും നോ പറയാൻ പറ്റാറില്ല. അപ്പൊ ആ 5% അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ. അപ്പോ നമ്മൾക്ക് സിമ്പിൾ വേ ടു സേ നോ, നമുക്ക് എങ്ങനെയൊക്കെ നോ പറയാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നമുക്ക് വളരെ കൂളായിട്ട് പറയാം, ബി ഹോണസ്റ്റ്, സത്യസന്ധമായിട്ട് നമുക്ക് പറയാം. അതായത് എനിക്ക് നാളെ വരാൻ പറ്റില്ല കേട്ടോ, നാളെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ട് വീട്ടില്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളുടെ കല്യാണമാണ്, അവരുടെ എൻഗേജ്മെന്റ് ആണ്, അപ്പോൾ നാളത്തെ പ്രോഗ്രാമിന് എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അതല്ലാതെ നമ്മൾ വീണ്ടും അവിടെ ഒരു കമ്മിറ്റ്മെന്റ് 10 മണിക്ക് ഏതെങ്കിലും ഇനാഗുറേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂർ പാക്കേജിലോ ഒക്കെ പോയിട്ട് ഈ പറയുന്ന എൻഗേജ്മെന്റ് അത് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ മകളുടെ വിവാഹമാണ്, അത് ഒരിക്കലും ഉണ്ടാവുന്നുള്ളൂ. ഈ ടൂറൊക്കെ നമുക്ക് ഇനിയും പോകാൻ സാധിക്കും. അപ്പോ അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അപ്പൊ സത്യസന്ധമായിട്ട് ബി ഹോണസ്റ്റ് ആയിട്ട് പറയണം, എനിക്ക് വരാൻ സാധിക്കില്ല. അല്ലാതെ അത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് പല കാര്യങ്ങളിലും എനിക്കൊക്കെ മുമ്പുണ്ടായ കുറെ അനുഭവങ്ങളിൽ ഒന്ന് ഇതാണ്, നമ്മൾ ആ സമയത്ത് ഇതൊന്നും പറയില്ല. ശരിട്ടാ ഞാൻ വരാന്ന് പറയും, ഇവരോട് വരാന്ന് പറയും, വേറെ ആൾക്കാരോട് 10 മണിക്ക് വരാന്ന് പറയും, 2-3 ടീമിനോട് 10 മണിക്കും 11 മണിക്കൊക്കെ വരാന്ന് പറയും. അത് എവിടെ എത്താൻ പറ്റാത്ത അവസ്ഥകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ എൻറ്റയർലി മാറിക്കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും, വരാൻ പറ്റില്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് അയ്യോ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നമ്മൾ എന്ത് കാര്യമായാലും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാം, അതോടൊപ്പം തന്നെ അതിന്റെ കാരണം എന്താണെന്ന് വേണമെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടും അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയണം. നമ്മൾ എന്തുകൊണ്ട് നാളെ വരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വരാനുള്ള തടസ്സം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിളിച്ചിട്ട് ആ ഒരു കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പോ അവിടെയുള്ള തടസ്സം എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ ഏതെങ്കിലും എക്സാമോ അല്ല PSC എക്സാമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറച്ച് ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവാം. അത് അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം നമുക്ക്. അപ്പൊ അവർക്ക് മനസ്സിലാവും ശരിയാണ്, മോളുടെ എക്സാം ആണ് നടക്കാൻ പോകുന്നത്, അപ്പൊ അവന് വരാൻ പറ്റില്ല. അപ്പൊ അവര് പറയുന്ന വൈഫിനെ അല്ലെങ്കിൽ കുട്ടികളെ മോനെ വിടണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അഗ്രി ചെയ്യും. ശരി, എന്റെ ഭാര്യയും കുട്ടിയും ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസപ്പോയിന്റഡ് ആണ്, അല്ലെങ്കിൽ അത്തരം ഒരു കുറ്റബോധം ഉണ്ടാവുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോണ്ടാവും. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതാണ് വിഷയം, ഇതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അപ്പോ എനിക്ക് റിയലി സോറി, എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കുറ്റബോധം തുടങ്ങി അല്ലെങ്കിൽ ഒരു റൂഡാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുകയില്ല. സേ വിത്ത് കോൺഫിഡൻസ്. വളരെ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയുമ്പോൾ നോ നോ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയാ, അതിൽ ആ നോയിൽ ചിലപ്പോ യെസും ഉണ്ടെന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവണ്ട. അതിന് പകരം നോ, എനിക്ക് വരാൻ പറ്റില്ല ട്ടാ, ഇതാണ് കാര്യം. അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ പറയണം. അവിടെ നോ പറഞ്ഞാൽ പിന്നെ നമ്മൾ പോകില്ല എന്ന് അവർക്ക് മനസ്സിലാവണം. നമ്മൾ ഇനി ആ ഫംഗ്ഷന് വരില്ല, അപ്പൊ അതിന് കാരണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവിടെ നോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. 10 ആൾ വരുന്നിടത്ത് ഇനി നാളെ 9 ആൾ ഉണ്ടാവുള്ളൂ എന്ന് അവർ കണക്ക് കൂട്ടണം. അവർക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ വേറെ ആരെങ്കിലും നോക്കാം. ആ രീതിയിലായിരിക്കണം. ടൂർ പോകുമ്പോൾ 12ാമത്തെ ആളാവാൻ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇല്ല എന്ന് കോൺഫിഡൻസോട് കൂടെ പറയണം. നോ ഐ കാൻഡ് അറ്റൻഡ് എന്ന് പറയുമ്പോൾ അത് ശരിയാ, എന്തായാലും മനോജ് വരില്ല, അടുത്തൊരാളെ നോക്കണം എന്ന് അവർക്ക്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് രാത്രി 11 മണി വരെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുമ്പോൾ അയ്യോ ഞാൻ വരില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ആ സമയത്ത് തന്നെ വിത്ത് കോൺഫിഡൻസ് യു ഷുഡ് സേ നോ, ഐ വിൽ നോട്ട് കം. ടേക്ക് ടൈം ബിഫോർ ആൻസറിങ്. നമ്മൾ എന്തെങ്കിലും കാര്യം ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണം. അതിപ്പോ എങ്ങനെ, ഇപ്പോ നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നു, നമുക്ക് കോഴിക്കോടേക്ക് പോകണം, കോഴിക്കോടേക്ക് ട്രെയിൻ 10 മണിക്കുണ്ട്,
ബസ് 9:55, 10 മണിയുടെ ട്രെയിനിന് പോയാലാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തുക. അപ്പൊ നമ്മൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ ട്രെയിനിന് തന്നെ പോകണം. പക്ഷെ ഇവിടെ ടേക്ക് ടൈം ബിഫോർ ആൻസറിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തിട്ട് നമ്മളൊരു കാര്യത്തിന് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അയ്യോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സമയം എടുത്തിട്ട് പറയാം. അപ്പോൾ നമ്മളുടെ പ്ലാനുകൾ, അടുത്ത ഷെഡ്യൂളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇതിൽ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് സമയം എടുക്കാതെ ഉടനെ തന്നെ യെസ് അല്ലെങ്കിൽ നോ പറയണ്ടെന്ന്. നോ പറയാൻ പറ്റുന്നോടത്ത് നോ പറയണം. അതിന് ടൈം എടുക്കണം എന്നുണ്ടെങ്കിൽ അവരോട് പറയണം, ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കണം. അടുത്തത് നോ നീഡ് ടു ഓവർ എക്സ്പ്ലെയിൻ. നമ്മളൊരു കാര്യം ഇപ്പോ മറ്റന്നാൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോ അതിന് എന്താ പറയാ, ഇപ്പൊ എന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ആണ് അടുത്ത മാസം. അപ്പോ ഇവരോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഞാൻ മറ്റന്നാൾ എനിക്ക് വരാൻ പറ്റില്ല, ഹൗസ് വാമിംഗ് ആണ്. അപ്പോ ഹൗസ് വാമിങ്ങിന് മറ്റന്നാൾ, ഒരു മാസം കഴിഞ്ഞിട്ട് കിടക്കുന്ന ഹൗസ് വാമിങ്ങിന് മറ്റന്നാൾ എന്താ വരാൻ പറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് KSEBയുടെ കണക്ഷന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എഞ്ചിനീയർ മറ്റന്നാൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആരുണ്ടാവില്ല, ഞാൻ അവിടെ പോയിട്ട് അവരെ കാണണം. അതിനുശേഷം പിന്നെ ഹൗസ് വാമിങ്ങിന് അപ്പോഴേ കറണ്ട് ടൈമിൽ കിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങളൊന്നും അവർ കേൾക്കാനും താല്പര്യമില്ല, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം, എനിക്ക് മറ്റന്നാൾ വരാൻ പറ്റില്ല, അതിന് കുറച്ച് തിരക്കുകൾ ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് അവർ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അവരും ചില കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു കൂട്ടുകാരനെ വിടാം, ആള് KSEBയിൽ പോട്ടെ, അല്ലെങ്കിൽ ആള് പോലീസ് സ്റ്റേഷനിൽ പോട്ടെ, അവർ കാര്യം ചെയ്തു തരും എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് അവർക്ക് തോന്നിയാൽ നമ്മളെ എങ്ങനെയും കൊണ്ടുപോകാനും, ചിലപ്പോൾ വല്ല കേസിനൊക്കെ ജാമ്യം നിൽക്കാനായിരിക്കും, കോടതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ നോ എന്ന് പറഞ്ഞാൽ അവര് അതിന് എന്താ കാരണം എന്ന് ചോദിക്കും. അപ്പൊ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു ഓവർ എക്സ്പ്ലെയിൻ. നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പറയുന്ന കാരണങ്ങളുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് മാത്രം പറയാം. പ്രാക്ടീസ് സ്മോൾ നോസ് ഡെയിലി. നമ്മൾ ചെറിയ ചെറിയ നോ പ്രാക്ടീസ് ചെയ്യുക എന്ന് വിചാരിച്ച് രാവിലെ മകൻ എണീറ്റിട്ട് പറയണം, അച്ഛാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പഴമില്ല, ഞാൻ പോയി വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് പഴം അത്യാവശ്യമാണ്, അതിന് പോയേ പറ്റുള്ളൂ. പക്ഷെ മറ്റന്നാ പരീക്ഷ നടക്കുന്നു, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വേണ്ട, അത് എക്സാം കഴിഞ്ഞിട്ട് മതി. അവിടെ നമ്മൾ നോ പറയണം. അപ്പൊ ആ നോ നമ്മൾ തന്നെ തീരുമാനിക്കണം, എവിടെയൊക്കെ പറയണം എവിടെയൊക്കെ പറയണ്ട. അല്ലാതെ നാളെ തൊട്ട് പ്രാക്ടീസ് നോ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നോ പറഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, ട്രൈ ദീസ് ലൈൻസ്. സോറി, ഐ കാൻ ഡു ദിസ് റൈറ്റ് നൗ. ഒരു ബോസ് തന്നെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഇതൊന്നും തീർക്കണം, ഇന്ന് കുറച്ചു നേരം ഇരിക്കണം എന്ന് പറഞ്ഞാല് അത് നല്ല ഭാഷയിൽ വളരെ പൊളൈറ്റ് ആയിട്ട് പറയും, സോറി സാർ, ഐ കാൻ ഡു ദിസ് റൈറ്റ് നൗ, ഐ ഹാവ് സം അതർ ജോബ്സ് ടു കംപ്ലീറ്റ് എന്നും പറയുന്നതിൽ നമ്മളൊരു മടി വിചാരിക്കേണ്ട. അതൊക്കെ വളരെ കൂളായിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അല്ല നോ സാർ ഐ ഹാവ് ടു ലീവ് അങ്ങനെ പറയുമ്പോഴാണ് അവിടെ ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു ഇമ്പാക്ട് വേറെ ആയിരിക്കും. അതിന് പകരമായിട്ട് സോറി സാർ ഐ കാൻ ഡു ദിസ് റൈറ്റ് നൗ, ഐ വിൽ ഡു ഇറ്റ് ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അങ്ങനെ പറയാൻ പഠിക്കണം. ഓക്കെ, താങ്ക്സ് ബട്ട് ഐ ആം നോട്ട് അവൈലബിൾ. ഒരു ഇൻവിറ്റേഷൻ, നാളെ ഒരു ജുവല്ലറിയുടെ ഉദ്ഘാടനം ഉണ്ട്, ആളുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതിന് നമ്മൾ വരണം. ഉദാഹരണത്തിന് ഇപ്പോ കഴിഞ്ഞ ദിവസം തൃപ്രയാർ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, പൗർണമി എന്ന് തോന്നുന്നു. അപ്പോ അതിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ലക്ക എനിക്ക് വരാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും, ശരിയാ മനോജ് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വരാത്തത്, അപ്പൊ പോയിക്കോട്ടെ. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് പറയണം, താങ്ക്സ് ബട്ട് ഐ ആം നോട്ട് അവൈലബിൾ, ഞാൻ ഉണ്ടാവില്ല, ഞാനൊരു ട്രിപ്പിലായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഐ ആം അൺഎബിൾ ടു കമ്മിറ്റ് നൗ. അത് തന്നെ, ഇത് തന്നെയാണ്. അതായത് എനിക്കിപ്പോ പറയാൻ പറ്റില്ല, കാരണം അടുത്ത 31-ാം തീയതി അല്ലേ പരിപാടി, ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരാം, അല്ലെങ്കിൽ ഇപ്പൊ ഇനി അതിനിടയ്ക്ക് എന്തെങ്കിലും ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഇപ്പോഴേ പറയാ. അല്ലാതെ ഈ അടുത്ത 31-ാം തീയതി അല്ല, ഇനി 30-ാം തീയതി വരാൻ പറ്റില്ല എന്ന് പറയാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഓക്കെ പറയണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളത് കമ്മിറ്റ് ചെയ്യാൻ പാടില്ല. 31-ാം തീയതി ഉള്ള ഒരു പ്രോഗ്രാമിന് അത് ഇനിയും സമയം ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ വരും, അതല്ലെങ്കിൽ വരില്ല. ചിലരങ്ങനല്ല, 31-ാം തീയതി അല്ലേ
ഞാൻ വരാം, കുഴപ്പമില്ല, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ എല്ലാം അവര് പല അറേഞ്ച്മെന്റ്സും ചെയ്യും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെ. പക്ഷെ തലേദിവസം രാത്രി പറയും ഞാൻ ഉണ്ടാവില്ല കേട്ടാ, ഞാനിപ്പോ കോഴിക്കോടാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക, അതൊക്കെ ഒരു നല്ല ശീലമാണ്. അപ്പോഴാണ് നമുക്ക് റെസ്പെക്ട് കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ പറയാം, ലെറ്റ് മീ ചെക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. ഇത് തന്നെയാണ്, നമ്മള് ഒന്ന് നോക്കട്ടെ, അതിനുശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതായത് എന്ത് കമ്മിറ്റ്മെന്റിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക, അതിനുശേഷം മാത്രം അവരോട് ഒരു റെസ്പോൺസ് കൊടുക്കുക. നമ്മളൊന്ന് ചെക്ക് ചെയ്യട്ടെ, ഞാൻ നോക്കട്ടെ, എനിക്ക് അന്ന് എന്തെങ്കിലും ഫംഗ്ഷൻസോ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അന്ന് മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടോ, അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ബെനിഫിറ്റ്സ് ഓഫ് സെയിങ് നോ. നോ പറയുന്നതിന്റെ ഗുണങ്ങൾ. ഇപ്പോ നമ്മൾ പൈസ കടം ചോദിച്ചാൽ നോ പറയുക എന്ന് പറയുന്നത് ചിലപ്പോ എപ്പോഴും നോ പറയാൻ പറ്റില്ല. കാരണം ഒരാൾ നമുക്ക് പൈസ കടം വാങ്ങിയിട്ട് തരാണ്ടായാല് അയാൾ പിന്നെ ചോദിക്കുന്നത് ചിലപ്പോ ഭയങ്കര അർജന്റായിട്ട് അയാളുടെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വല്ല ബ്ലീഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ മുമ്പ് വാങ്ങിച്ച പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ആ സമയത്ത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ നോ പറയാൻ പാടുള്ളൂ. അല്ലാതെ അവിടെ ഒരു പകരം വീട്ടൽ പോലെ, അന്ന് നീ പൈസ വാങ്ങിയിട്ട് തന്നില്ലല്ലോ, ഇനിയിപ്പോ ഞാൻ നിനക്ക് ഇപ്പൊ തൽക്കാലം തരാൻ പോണില്ല എന്ന് പറയുന്നതിന് പകരം അവിടെയൊക്കെ കൊടുക്കേണ്ടതാണ്. അവിടെ നോ പറയാൻ പാടില്ല. നമുക്ക് കിട്ടുക ബെനിഫിറ്റ് ഓഫ് സേയിങ് നോ എന്ന് പറയുന്നത് ഒന്ന് പീസ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിനൊരു സന്തോഷം സമാധാനം കിട്ടും, ഇല്ലേ, പറയേണ്ടടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ എല്ലാം ഏറ്റെടുത്തിട്ട് രാത്രി എടുക്കുമ്പോ അല്ലെ, നാളെ അവനോട് ചെല്ലാന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ചെയ്യാൻ പറ്റുക, നാളെ മോളേറ്റ് പോണം, അല്ലെങ്കിൽ മോളുടെ പ്രസവം, മോന്റെ യാത്രയയപ്പ്, അല്ലെങ്കിൽ ഭാര്യയുടെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ രാത്രി കിടക്കുമ്പോ ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ആ സമയത്ത് തന്നെ പറയാം, അയ്യോ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. പിന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അടുത്തത് മോർ എനർജി. നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതെ, ഒരു യൂസും ഇല്ലാതെ, വല്ലവർക്കും വേണ്ടി ഇങ്ങനെ എന്താ പറയാ, ഒരു വിലയില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നമ്മളുടെ എനർജി നഷ്ടപ്പെടുത്തണ്ട. മോർ എനർജി, നമുക്ക് അതുകൊണ്ട് നമ്മളുടെ എനർജി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മോർ ടൈം ഫോർ പ്രയോറിറ്റീസ്. നമ്മളുടെ കാര്യങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. നമ്മൾ എല്ലാത്തിലും അനാവശ്യമായിട്ട് കമ്മിറ്റ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വിലപ്പെട്ട ആ 24 മണിക്കൂറിൽ നിന്നാണല്ലോ ഇതൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ ചെലവഴിക്കേണ്ട കുറെ സമയങ്ങൾ, കുറെ മണിക്കൂറുകൾ, കുറെ മിനിറ്റുകൾ, അതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് പോവുകയാണ്, ഡ്രെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോർ ടൈം ഫോർ പ്രയോറിറ്റീസ്, ക്ലിയർ ബൗണ്ടറീസ്. നോ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ക്ലിയർ ബൗണ്ടറി, നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബൗണ്ടറി, ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ രാത്രി 8 മണിക്ക് നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയുമ്പോൾ അതൊരു ബൗണ്ടറി നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു. നോ, എനിക്ക് 8 മണിക്ക് വരാൻ പറ്റില്ല, ഞാൻ നാളെ രാവിലെ 10 മണിക്ക് വിളിക്കാം. 10 മണിക്ക് വിളിച്ചാലും ഇത് തന്നെയാണ്, ആള് തിരക്ക് പറയും. വീണ്ടും ഞാൻ 8:30 വീട്ടിലെത്തുമ്പോ ഇപ്പൊ പോരെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ആ ബൗണ്ടറി സെറ്റ് ചെയ്യൽ മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കലും കൂടെ ഉണ്ട് നമ്മളുടെ ഡ്യൂട്ടി. അപ്പൊ ക്ലിയർ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലായിടത്തും ബൗണ്ടറി. ഇപ്പൊ രാത്രി ഫോൺ വിളിയൊക്കെ ആണെങ്കിൽ, നമ്മളിപ്പോ വീട്ടില് ടീനേജേഴ്സ് ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ രാത്രി ഒരു 9 മണി കഴിഞ്ഞ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആണുങ്ങളായിക്കോട്ടെ, പെൺകുട്ടികളായിക്കോട്ടെ, അവരായിട്ടുള്ള ഒരു ടെലിഫോൺ വിളി, ചാറ്റിംഗ് ഒക്കെ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അതൊരു ബൗണ്ടറി ആണ്. ആ ബൗണ്ടറി ആ 9 മണി വരെ, അത് കഴിഞ്ഞാൽ വേണ്ട. പിന്നെ ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് മനോജ് വരാന്ന് പറഞ്ഞാൽ വരും, അല്ലെങ്കിൽ ആ മനോജ് വരില്ല എന്ന് തന്നെ പറയും. ആ ട്രെയിനിങ് എടുക്കാൻ വരാന്ന് പറഞ്ഞാൽ വരും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ആയിട്ടുള്ള ആ റിലേഷൻ, അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് നോ പറയേണ്ടടുത്ത് നോ പറയുമ്പോൾ മാത്രമാണ് കേട്ടോ. അപ്പൊ ആ ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ നമ്മൾ നോ പറയേണ്ടത് അവിടെയൊക്കെ നോ പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും യെസ് പറയണം എന്നുള്ളൊരു നിർബന്ധം നമുക്ക് വേണ്ട. നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ തന്നെ പറയണം. യുവർ ടൈം ഈസ് പ്രേഷ്യസ്, യൂസ് ഇറ്റ് വൈസ്ലി. താങ്ക് യു വെരി മച്ച്. മനോജ് സർ, വളരെ നല്ല സെഷൻ ആയിരുന്നു. ചെറുതായാലും വളരെ ക്രിസ്പായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒരു പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് 1-2 ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം. നിർമ്മല മാം, ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ വെച്ചാൽ നന്നായിരുന്നു. താങ്ക് യു സവിത് ഫോർ ദി ഓപ്പർച്യൂണിറ്റി. മനോജ്, നല്ല സെഷൻ ആയിരുന്നു കേട്ടോ.
ഇന്ററാക്ഷൻ കുറവായിരുന്നു, പക്ഷെ ദ സെഷൻ വാസ് ഗുഡ്. നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. പോയിന്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്തത് ഇറ്റ്സ് വെരി ഗുഡ്. സ്ലൈഡ്സും നന്നായിരുന്നു. അപ്പോൾ കീപ് ഇറ്റ് അപ്പ്. ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. മനോജേട്ടൻ നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോ പറയുമ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് അഭിപ്രായം പറഞ്ഞതിനെ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറഞ്ഞൊരു പോയിന്റ് വളരെയധികം സ്ട്രൈക്കിംഗ് ആയി തോന്നുന്നു. താങ്ക് യു ഫോർ ദി ഇൻസൈറ്റ്സ്. താങ്ക് യു. നമ്മള് ഫീഡ്ബാക്ക് ഫോം നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും അതൊന്ന് ഫിൽ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. താങ്ക് യു മനോജ് sir for the crisp and meaningful session. Your insight delivered clarity and enthusiasm truly reflects your experience and passion. I'm sure each one of us is walking away with at least one action point to implement right away. Before we conclude, let's take a moment to express our gratitude. I invite JC Krishna PS to propose the vote of thanks. On behalf of everyone, I sincerely thank JFM Kunnat Manoj for his impactful skill sprint session on the impact of a confident no. Your session showed us that a confident no reflects self-worth, clarity, and strength, and not rejection. You reminded us that leadership means standing firm in our values and knowing our limits. Your authentic delivery and relatable examples made the message resonate deeply in today's demanding world. Thank you, Manoj sir, for inspiring us to make better decisions, reduce stress, and live meaningfully. Your journey continues to motivate us. Thanks also to our organizing team for their seamless efforts and to all participants for their engagement. Let's practice saying no when needed so we can say yes to what truly matters. Heartfelt thanks again to JFM Manoj Kunnat sir. Thank you. താങ്ക് യു പ്രസിഡന്റ്. Thank you. Thank you, sir.